ഇനി ഇവരെ രേഖകൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. എല്ലാം തകർന്നിരിക്കുന്ന മനുഷ്യരെടുത്ത് നിങ്ങൾ ആ രേഖ കൊണ്ടുവരാൻ പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് വേണ്ട. അപ്പോൾ അത് ഉദ്യോഗസ്ഥർക്കും അത് മനസ്സിലായിട്ടുണ്ടോ? കാരണം ഇവിടെയൊക്കെ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ മനസ്സ് നിറഞ്ഞ് അവരങ്ങ് പണിയെടുത്തുകൊണ്ടിരിക്കുക. അവർ ഓഫോ വിശ്രമമോ ഒന്നുമില്ല. അപ്പോൾ ആ മാനസികാവസ്ഥ മറ്റ് വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസിലൊക്കെ ഇരിക്കുന്നവർക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. കാരണം ഇത് ഞങ്ങളൊക്കെ അങ്ങ് പോകും, കുറച്ച് കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, ജീവിതമല്ലേ, മറ്റു വാർത്തകൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ മനുഷ്യർ ഇവിടെ ഉണ്ടാവും. അവർ നാളെ പഞ്ചായത്ത് ഓഫീസിലോ സർവകലാശാലയിലോ ഒക്കെ പോയി ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ മറ്റേ കടലാസ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളത് മിനിമം നമ്മൾ ഇവരോട് ചെയ്യേണ്ട ഒരു മാന്യതയാണ്. അതിനൊരു പ്രയോറിറ്റി സംവിധാനം ഇവർക്ക് ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും അറിയാം അതിന് സർക്കാരിന് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു നിർദ്ദേശം കൂടി നമുക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. സുമേഷ് പറഞ്ഞത് കറക്റ്റാണ്. താങ്ക് യു സുമേഷ്. ഓക്കെ, ചേട്ടാ, എൻ്റെ പേര് മുഹമ്മദ് അലി. അപ്പം എല്ലാവരും സേഫ് ആണല്ലോ വീട്ടിലെ? സേഫാണ്. എല്ലാവരും ഇവിടെ ക്യാമ്പിൽ തന്നെ ഉണ്ട്? എല്ലാവരും ക്യാമ്പിൽ. ചുരുമല എല്ലാവരും ഉണ്ട്? ഹൈസ്കൂളിനടുത്ത് സാറ് പോയി കണ്ടിട്ടുണ്ടാവും. ഒരു ഞാൻ പോയി ഇന്നലെ പോയിരുന്നു. വൈറ്റായിട്ടൊരു വീടാണ്, വൈറ്റ് തൂണിങ്ങനെ ബെൻഡായി കിടക്കുന്നത്. പോയില്ലേ? എവിടെയായിരുന്നു നേരത്തെ? ഗൾഫിലായിരുന്നു? ഞാൻ ഗൾഫിലായിരുന്നു. എത്ര വർഷം? 27 വർഷം. എൻ്റെ സമ്പാദ്യം മുഴുവൻ അവിടെയാണ്. എത്ര സെന്റ് ആയിരുന്നു? തറവാട് സ്ഥലമാണുള്ളത്. 2 ഏക്കറി 30 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ ഞങ്ങൾ ജ്യേഷ്ഠന്മാർ 3 പേരാ, 3 വീട് വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ എൻ്റെ സ്ഥലം എനിക്ക് മാത്രമേ അതിൽ 10 സെൻറ്റ് സ്ഥലം തന്നിട്ടുള്ളൂ, വാപ്പായിട്ട് തന്നെ. 10 സെന്റിലാണ് വീട് വെച്ചത്? ഞാൻ സിസ്റ്റർമാരും. വീട് അപ്സ്റ്റെയർ ആണ്, നല്ല വീടായിരുന്നു. ഗൾഫ് വരെ പൊതുവിൽ സാറിന് അറിയില്ലേ, പോയി കഴിഞ്ഞാൽ ഒരു വീടാണല്ലോ സ്വപ്നമായിരുന്നു അല്ലേ? എന്താ വീട് വെച്ചത്? 2019. പുത്തുമലയൊക്കെ ഉണ്ടായ അതിന് തൊട്ട് പിന്നാലെ? 2019 2009. 15 വർഷമായി. 15 വർഷമായി. വീട് ശരീരത്തിന്റെ ഒരു ഭാഗമായി കാണും. ആ വീടും പിന്നെ ടൗണിലൊരു ക്വാർട്ടേഴ്സും ഷോപ്പ് റൂമായിട്ട് എടുത്തിരുന്നു. എന്തായിരുന്നു ഷോപ്പ്? ഷോപ്പ് ഫാൻസി ആയിരുന്നു. പിന്നെ മോള് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. മക്കള് എന്ത് ചെയ്യുന്നു? മോന് പഠിക്കുകയാണ്. എവിടെയാ? മോന് ACC ഒക്കെ പഠിക്കുകയാണ് ഇപ്പോൾ. ACC പഠിക്കുക. ഇപ്പോൾ ആ വീടിന്റെ അവസ്ഥ മൊത്തം പോയി. വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, കാറ്റില്ല, അടഞ്ഞ് റൂം മൊത്തം വെള്ളം കയറി അരക്കോളം ചേറ് വന്ന് നിറഞ്ഞു കിടക്കും. എന്തായാലും അവിടെ തിരിച്ചു പോലെ നടക്കുമോ? ഇല്ലല്ലോ. അവിടെ നിൽക്കാൻ പറ്റുമോ തോന്നുന്നില്ല. ഞങ്ങൾ ഇന്നലെ മിനിയാന്ന് പോയി നോക്കുമ്പോൾ അതിനകത്തേക്ക് കയറാൻ തന്നെ വയ്യ. കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മളെ വിഷമം ചങ്ക് പറഞ്ഞു പോകും. ഒരു വീടല്ലേ, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ വീട്. സമ്പാദ്യം മുഴുവൻ അവിടെ ആയിപ്പോയി. ഇനിയിപ്പോ എത്ര ലക്ഷം രൂപ ഉണ്ടായിക്കൊണ്ട്? 25-30 ലക്ഷം രൂപ ആയി കാണൂല്ലേ വീടിനോ? അന്ന് എടുക്കുമ്പോൾ തന്നെ 18 ലക്ഷം. ലോൺ ഉണ്ടോ ഇപ്പോൾ? ഇല്ലല്ലോ. ഇല്ല, ലോണൊന്നുമില്ല. പക്ഷെ ഉള്ള ആ സൗദി മുഴുവൻ അതിനകത്തങ്ങ് പോയി. സൗദി പോയി. പിന്നെ ഞാൻ നിർത്തി വന്നിട്ട് ഇപ്പോൾ 7 വർഷമായി. ഞാനിവിടെ ഒരു ജീവിതമാർഗ്ഗം ആയിട്ടുണ്ടല്ലോ എന്നുള്ള ആൾക്ക് നിർത്തി വന്നായിരുന്നു. ആ കടയും ഇല്ലേ? ഇനി മാത്രമല്ല ആ കടയിൽ സാധനം വാങ്ങാനും ആൾക്കാർ അവിടെ ഇല്ലല്ലോ. ഇല്ല, അവർ പലരും പോയി. പലവരും പോയി. കൺസ്യൂമേഴ്സ്. നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരല്ലേ? സാധനം വാങ്ങുന്ന ആൾക്കാർ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ആ ഗ്രാമം ഉണ്ടക്കായി, അട്ടമല, ചൂരൽമല ഭയങ്കര സെറ്റപ്പാണ്. എനിക്കറിയാം. ഞാനത് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എനിക്കതെല്ലാം കേൾക്കുമ്പോൾ മണ്ണിൽ ഒരു വല്ലാത്ത കൊതിയുണ്ട്. എല്ലാവരും ഒരുപോലെ കഴിയുന്ന ആളാണ്. ഒരു കല്യാണം എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും വളരെ സംവിധാനം. പിന്നെ ഞങ്ങൾക്കുള്ള തന്നെ ഞങ്ങൾ 3 ജ്യേഷ്ഠന്മാർ അടുത്തടുത്തായിട്ട് ഇങ്ങനെ വീടുകളാണ്. അപ്പോൾ ഇവിടെ മക്കൾക്ക് നല്ല സൗകര്യം, അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും. പുഴ അടുത്ത്. രാവിലെ ചായ കുടിച്ചായിരുന്നോ? ഞാൻ ചായ കുടിച്ചു. ഇവിടെ ക്യാമ്പിൽ എല്ലാവർക്കും ഓക്കെ? ഇവിടെ ഓക്കെ.